ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ അമ്മച്ചിയുടെ അടുക്കളത്തോട്ടം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഈ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് പച്ചക്കറിയും മെഡിസിനൽ പ്ലാന്റ്സോ ഒന്നും തന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും നട്ടിട്ടില്ല. കംപ്ലീറ്റ് 100% എൻ്റെ അമ്മച്ചിയുടെ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഇതാ ഏറ്റവും ആദ്യം ഞാൻ കാണിക്കുന്നത് നമ്മുടെ പനിക്കൂർക്കയില. അപ്പോൾ അത് ഒരുപാടുണ്ട്. അപ്പം നമുക്ക് ചുമ, പനി, കഫക്കെട്ട്, ജലദോഷം അങ്ങനെയുള്ള എന്ത് അസ്വസ്ഥതയോ വയ്യായികയോ വരുവാണെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നതും കുഞ്ഞുങ്ങൾക്കും നമുക്കും ഒക്കെ ഒരുപാട് നല്ലതാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് അമ്മച്ചിയുടെ അടുക്കളത്തോട്ടത്തിലുള്ളത് അടുത്തതാണ് അമ്മച്ചിയുടെ പുതിനയില, മിൻറ്റ് ലീഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാനിതാ കുറച്ച് പറിച്ചിട്ട് നമ്മുടെ കയ്യിലൊന്ന് തിരുമ്മി നോക്കുകയാണ്. അപ്പോൾ സാധാരണ ഈ മല്ലിയില, പുതിനയിലയൊന്നും കോമൺ ആയിട്ട് അങ്ങനെ വീടുകളിലൊന്നും ഒരുപാട് ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ നമ്മുടെ വീട്ടിൽ മിൻറ്റ് ലീഫ് ഒരുപാടുണ്ട്, അമ്മച്ചിയുടെ കളക്ഷനിലുള്ളതാണ്. പിന്നെ അടുത്തത് നെക്സ്റ്റ് എന്ന് പറയുന്നത് അമ്മച്ചി ഒരു കാന്താരി മുളക് ലവ്വർ. അമ്മച്ചിക്ക് എനിക്ക് തോന്നുന്നു കാന്താരി മുളകൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ മുളക് പല ടൈപ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു പെയിൽ യെല്ലോ കളറ്, കുറച്ച് സൈസ്, കുറച്ച് മുഴുപ്പ് കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് കാന്താരി മുളകാണ്. അപ്പോൾ നല്ല പച്ച മുളക് ചെടിയിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് കാന്താരി മുളക് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഉണ്ട മുളക്. അപ്പോൾ ഇത് പിഞ്ചാണ്. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടെ സൈസൊക്കെ വെക്കും. ഇതൊരു ഡാർക്ക് ഗ്രീനിൽ ഒരു ഉരുണ്ട ഫോമിലുള്ള ഒരു എന്താ പറയുക, ഒരു മുളകാണ്. അപ്പം മുളകിൻ്റെ പല പല ടൈപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ നോർമൽ പച്ചമുളക്, അതിൻ്റെ ഹ്യൂജ് കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത് ഇല്ലായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ സാധാ കാന്താരി മുളക്. ഇതിൽ കൂടുതലും മൊട്ട് ഇട്ടിട്ടേ ഉള്ളൂ, കായ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. എങ്കിലും വേറെ വീടിൻ്റെ 4 സൈഡിലും ചുറ്റോട് ചുറ്റും ഒരുപാട് മുളക് ചെടികളുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കാന്താരി മുളക്, നമ്മുടെ സാധാ കാന്താരി മുളക്. അപ്പോൾ ഇങ്ങനെ അമ്മച്ചി ഇടയ്ക്ക് ഇങ്ങനെ ചമ്മന്തി അരയ്ക്കാനും അങ്ങനെയുള്ള ഈ നമ്മുടെ കപ്പയൊക്കെ ഉണ്ടല്ലോ, കപ്പയ്ക്ക് ഉടയ്ക്കാനും ചാലിക്കാനും ഒക്കെ ചമ്മന്തിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ പപ്പായ, ഓമയ്ക്ക എന്നൊക്കെ പറയും. ഇതെന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പല പല ടൈപ്പ് മുളകുകളുണ്ട്. അപ്പം എന്താണ് പല ഇപ്പം ഞാൻ 3 ടൈപ്പ് എങ്ങാണ്ട് കാണിച്ചു. ഇതും നമ്മുടെ നോർമൽ കാന്താരി മുളകിൽ തന്നെ പെട്ടതാണ്. പിന്നെ വീട്ടിൽ ഒരുപാടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ കറിവേപ്പില എന്ന് പറയുന്നത്. കറിവേപ്പിലയുടെ ചെടിയും വീട്ടിൻ്റെ 4 സൈഡിലായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ എന്താണ് കറിവേപ്പില. പിന്നെ എന്നാന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഒരു ചെറിയ പ്ലാവ് നിൽപ്പുണ്ട്. അത് നമ്മൾ ബഡ് തൈ വാങ്ങിച്ച് വെച്ചതാണ്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വർഷം അതിൽ നിന്ന് കഴിച്ചിട്ടുമുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ബഡ് തന്നെ, റംബൂട്ടാനും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ കായ്ച്ച ഒരു ബഡ് പ്ലാവാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കരിയാപ്പിലയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കറിവേപ്പിലയുണ്ട്, കാണുന്നിടത്തെല്ലാം കറിവേപ്പിലയാണ്. പിന്നെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു വലിയ നീളത്തിൽ ഒരുപാട് അങ്ങ് നീണ്ടുപോയി നമ്മുടെ വെണ്ട. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ആ നീണ്ട വെണ്ടയുണ്ടല്ലോ, ആ വെണ്ടയുടെ ആ ടിപ്പ് ഞാൻ ചായച്ചിട്ട് ആ വെണ്ടയ്ക്കായും പൂവും കായും ഒക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനുള്ള പരിപാടിയിലാണ്. ഞാനൊക്കെ ചായക്കുന്ന സമയത്തെങ്ങാനും അത് ഒടിഞ്ഞു വരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമായേനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സൂക്ഷിച്ച് അത് ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, ആ വെണ്ടയ്ക്ക വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എടുക്കുകയാണ്. ആ മുകളിൽ കാണുന്ന ചിന്നത്താടെ വീടാണ് നമ്മുടെ തറവാട് വീടാണ്. ഇത് നമ്മുടെ വീടാണ്. അപ്പോൾ ഒരു കോമ്പൗണ്ടിനുള്ളിൽ 3 വീടുകളാണ്. എന്നാന്ന് വെച്ചാൽ ചിന്നത്താടെയും 2 ചിന്നത്താന്മാരുടെയും നമ്മുടെയും വീടാണ്. പിന്നെ അതിനുശേഷം ഇതാ ചീര. ഈ പ്രാവശ്യം ചീര എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ സാധാരണ ചീര എന്ന് പറഞ്ഞാൽ പച്ചച്ചീരയും ചുമലച്ചീരയൊക്കെ ഒരുപാട് ഉണ്ടാവാറുള്ളതാണ്. ഇത് അമ്മച്ചിയുടെ അടുത്ത കൃഷി എന്ന് പറയുന്നത് അമ്മച്ചിയുടെ മഞ്ഞൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പറിച്ച് അരിഞ്ഞ് ഉണക്കി പൊടിക്കാറുണ്ട്. പിന്നെ കറിവേപ്പില, ഞാൻ പറഞ്ഞല്ലോ കറിവേപ്പിലയുടെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ റൂട്ടിൽ നിന്ന് പോയി ഒരുപാട് വന്നിട്ടുണ്ട്, ഒരുപാട് തൈകളായിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് കോവൽ പടർന്ന് കിടക്കുന്നതാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം വിട്ടിരിക്കുകയാണ്. ഒരുപാട് കോവയ്ക്ക നമ്മൾ പറിച്ച് അതിൽ നിന്ന് കറി വെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കോവൽ വള്ളിയാണ്. അപ്പോൾ എല്ലാം ഇപ്പോൾ വിട്ടത് കൊണ്ട് തന്നെ ചെറിയൊരു തൈയായിട്ട് നിൽക്കുകയാണ്. പിന്നെ ചാമ്പ, നന്നായിട്ട് കായ്ക്കുന്ന ഒരു ചാമ്പയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ നട്ട എൻ്റെ മൽബറിയാണ്. അപ്പോൾ മൽബറിയുടെ ഒരു ജാമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഇതിൽ നിന്നാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് കത്രിക്ക,
അപ്പോൾ കത്രിക്ക ഉണ്ട്. വഴുതനങ്ങയും അമ്മച്ചിക്ക് വലിയ ഹ്യൂജ് കളക്ഷൻ ഉണ്ടായിരുന്നു വഴുതനങ്ങ. പക്ഷേ ഈ പ്രാവശ്യം വഴുതനങ്ങയും ചീരയും ഒക്കെ ഇല്ലായിരുന്നു. ഓരോ ടൈമിൽ സീസൺ അനുസരിച്ച് ഓരോരോ സംഭവമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ജസ്റ്റ് ചിന്നത്താടെ വീട്ടിലേക്കൊന്ന് കയറിയതാണ്. അവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആയമ്മച്ചി, എൻ്റെ ഫാദറിൻ്റെ മദർ ആയമ്മച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ആയമ്മച്ചിയുടെ അടുക്കളത്തോട്ടത്തിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ആയമ്മച്ചി വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന അമ്മയുടെ അടുക്കള കൃഷികളാണ് ഇതൊക്കെയെന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ നമ്മുടെ അടുത്ത കൂട്ടത്തിൽ നമ്മുടെ തറവാട് വീടിൻ്റെയും കൂടെ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഒരുപാട് വഴുതനങ്ങയും അതും ഇതുമൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഈ ഒരു ബഡ് തൈയാണ്, ബഡ് പ്ലാവാണ്. അതിലും ഒരുപാട് ചക്കയൊക്കെ കായ്ക്കുന്നുണ്ട്. പിന്നെ കുറേ ഓമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ കാണിക്കുന്നത് കൂർക്ക, ആയമ്മച്ചിയുടെ കൂർക്ക മുളപ്പിച്ചിട്ടുള്ള കൂർക്ക കിളുത്ത് വരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതിൽ മാങ്കോസ്റ്റിന്, വെണ്ട, പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും കുറച്ച് ഞാൻ പറഞ്ഞല്ലോ വലിയ ഹ്യൂജ് കളക്ഷനൊന്നുമല്ല, ഒരു ചെറിയ അടുക്കളത്തോട്ടം. നമ്മളുടെ വീട്ടിലൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. പുറത്തുനിന്ന് മേടിക്കൽ വളരെ കുറവാണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ വാഴ, അതുപോലെ തന്നെ മുരിങ്ങയില, അങ്ങനെയുള്ള ഓൾമോസ്റ്റ് നമുക്ക് വീട്ടിനാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, എൻ്റെ അമ്മച്ചിയുടെ ഒരു ചെറിയ അടുക്കളത്തോട്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്നവരെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. താങ്ക് യു.